ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 46. വസന്തമാലിനി കർഷണം. ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയ ശേഷം പ്രദ്യുമ്നൻ സൈന്യസമേതം കാമദുകം എന്ന നദീതീരത്തേക്ക് പോയി. അവിടെയാണ് വസന്തമാലിനി എന്ന ഗന്ധർവപുരി സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ രാജാവായ പതങ്കൻ പ്രദ്യുമ്നനുമായി യുദ്ധത്തിനിറങ്ങി. ചതുരംഗപടയോടും 10 കോടി ഗന്ധർവന്മാരോടും കൂടി പതങ്കൻ യാദവ സൈന്യവുമായി ഏറ്റുമുട്ടി. ബലദേവാനുജനായ ഗദൻ ശത്രുസൈന്യത്തെ ഗദ കൊണ്ട് തല്ലിച്ചതച്ചു. ചോരപ്പുഴ ഒഴുകി. പതങ്കനും ഗദനും തമ്മിൽ ഗദായുദ്ധം നടന്നു. പതങ്കന്റെ ഗദാപ്രഹാരത്താൽ ഗദൻ മൂർച്ഛിച്ചു വീണു. തത്സമയം സാക്ഷാൽ ബലരാമൻ ദ്വാരകാപുരിയിൽ നിന്ന് അവിടെയെത്തി. കലപ്പയും മുസലവും പ്രയോഗിച്ച് ഗന്ധർവ സൈന്യത്തെ പൊടിപൊടിയാക്കി. ഇതു കണ്ട പതങ്കൻ യാദവ സൈന്യവുമായി യുദ്ധത്തിന് വ്യൂഹം ചമയ്ക്കുവാനായി തൻ്റെ പുരിയിലേക്ക് പോയി. ക്രുദ്ധനായ ബലരാമൻ ഗന്ധർവപുരിയെ കലപ്പ കൊണ്ട് വലിച്ചെടുത്ത് കമദുക നദിയിൽ വീഴ്ത്താൻ ആരംഭിച്ചു. ഓരോ ഗൃഹത്തിൽ നിന്നും ഹാഹാകാരം ഉയർന്നു. ഉടനെ പതങ്കനും ഗന്ധർവന്മാരും കൈകൂപ്പിക്കൊണ്ട് എത്തിയിട്ട് 2,00,000 വിമാനങ്ങളും പശുക്കളും കുതിരകളും കാൽക്കൽ വെച്ച് ബലരാമനെ വണങ്ങി മാപ്പു പറഞ്ഞു. സന്തുഷ്ടനായ ബലരാമൻ പതങ്കന് അഭയം കൊടുത്ത് പ്രദ്യുമ്നനെ സേനാനായകനാക്കി ദ്വാരകയിലേക്കു മടങ്ങി. അനന്തരം പ്രദ്യുമ്നൻ സസൈന്യവുമായി മധുധാര എന്ന നദീതടത്തിലേക്ക് പോയി. സുവർണ നദികളുടെ താഴ്വരയിലുള്ള വൈശ്രവസനത്തിൽ എത്തിച്ചേർന്നു. ദേവന്മാർക്കു മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന വേത്രവതീ ഗംഗ അവിടെ ഒഴുകുന്നുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായ ശക്രസംഗൻ പ്രദ്യുമ്നനുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. പ്രദ്യുമ്നനാൽ അയക്കപ്പെട്ട ഉദ്ധവൻ അവരുടെ പുരിയിലെത്തി ശക്രസംഗനോട് ദിഗ്വിജയത്തിനായി പ്രദ്യുമ്നൻ അവിടെ എത്തിയിട്ടുണ്ടെന്നും ഒന്നുകിൽ കപ്പം കൊടുക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങുക എന്നിങ്ങനെ അറിയിച്ചു. താൻ കപ്പം കൊടുക്കാൻ ഒരുക്കമല്ലെന്നായിരുന്നു ശക്രസംഗൻ പറഞ്ഞത്. ഉദ്ധവർ തിരിച്ചു വരുന്നതു കാണാതെ യദുക്കൾ വിഷമിച്ചു കൊണ്ടിരിക്കെ അവർ ഉദ്ധവനെ തടവിലാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവർ ഉദ്ധവരെ തടവിലാക്കിയിരിക്കുകയാണെന്ന് നാരദർ പറഞ്ഞറിഞ്ഞ പ്രദ്യുമ്നൻ സൈന്യവുമായി ശക്രസംഗനോട് ഏറ്റുമുട്ടി. ശക്രസംഗന്റെ ഭാഗത്തുള്ള ദേവന്മാരും യദുവംശരും തമ്മിൽ ഘോരമായ യുദ്ധം തന്നെ നടന്നു. രോഹിണീപുത്രനായ സാരണൻ ആനപ്പുറത്തു കയറി യുദ്ധക്കളത്തിലിറങ്ങി ദേവന്മാരെ നിലം പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ യുദ്ധപാടവം കണ്ട ദേവന്മാർ പേടിച്ചോടി. വില്ലാളി വീരനായ ശക്രസംഗൻ അർജുനൻ, ഭാനു, സാംബൻ എന്നിവർക്കു നേരെ ബാണങ്ങളയച്ചു. ഒട്ടും മോശക്കാരനായിരുന്നില്ല വില്ലാളി വീരനായ ശക്രസംഗൻ. സാംബൻ ശക്രസംഗന്റെ വില്ല് അമ്പെയ്ത് മുറിച്ചു. ശക്രസംഗന്റെ ശൂലാഘാതത്താൽ സാംബൻ വിഷമത്തിലായി. ശക്രസംഗൻ അയച്ച മദയാനയുടെ പരാക്രമം കണ്ട് യദുക്കൾ നിലവിളിച്ചോടി. ആ ആനയെ ഗദൻ ഗദാപ്രഹാരത്താൽ താഴെ വീഴ്ത്തി. ഗദൻ ശക്രസംഗന്റെ മാറിലേക്ക് ഗദ പ്രയോഗിച്ചു. അടിയേറ്റു വീണ ശക്രസംഗൻ വീണ്ടും എഴുന്നേറ്റ് ഗദനെ കടന്നുപിടിച്ചു. അവർ തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. ഗദൻ ശക്രസംഗനെ പൊക്കിയെടുത്ത് അയാളുടെ പുരിയിലേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ പുരിയിൽ ചെന്നു വീണ ശക്രസംഗൻ പിന്നീട് കുണ്ഠിതത്തോടെ പ്രദ്യുമ്നൻ സാക്ഷാൽ ബ്രഹ്മമാണെന്ന ബോധം ഉദിച്ച് കപ്പവുമായി യദുസേനയിലേക്ക് പുറപ്പെട്ടു. അനേകായിരം ആനകൾ, കുതിരകൾ, ദിവ്യമായ രഥങ്ങൾ എന്നിവയടക്കം വളരെ മൂല്യങ്ങളായ പാരിതോഷികങ്ങളുമായി ശക്രസംഗൻ പ്രദ്യുമ്നന്റെ അടുത്തു ചെന്ന് തൊഴുതു വണങ്ങി. പ്രസന്നനായ പ്രദ്യുമ്നൻ ഒരു രത്നമാല സമ്മാനിച്ച് ശക്രസംഗനെ രാജ്യത്തിൻ്റെ അധിപനായി വാഴിച്ചു. അനന്തരം പ്രദ്യുമ്നൻ സൈന്യവുമായി അരുണോപ നദീതടത്തിലെത്തി ശിബിരം നിർമ്മിച്ച് താമസിച്ചു. ആ സന്ദർഭത്തിൽ ഇന്ദ്രൻ അവിടെ വന്നെത്തി. ഹരേ കൃഷ്ണ.